ഹലോ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ക്രിസ്റ്റൽ എഡ്യു ഹബിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ടോപ്പിക് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ അതിപ്രധാനമാക്കപ്പെട്ട ടോപ്പിക്കാണ്. പലപ്പോഴും കുട്ടികൾക്ക് ഈ ഒരു ടോപ്പിക് പഠിക്കുന്ന സമയത്ത് പഠിച്ചോ അല്ലെങ്കിൽ വായിച്ചു കഴിയുന്ന സമയത്ത് പിന്നെ ടോട്ടലി കൺഫ്യൂസിങ് ആണ്. എന്തുകൊണ്ടാണ് കൺഫ്യൂസിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. ആ ടോപ്പിക് ഏതാണെന്നല്ലേ? പോസ്റ്റ് മൗര്യൻ പീരീഡ്. മൗര്യൻ എംപയർ വരെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. പിന്നീടുള്ള പോസ്റ്റ് മൗര്യന്റെ ഒരു ടോപ്പിക് എത്തുന്ന സമയത്ത് വിൽ ബി ടോട്ടലി കൺഫ്യൂസ്ഡ്. അയ്യോ, ഇതൊക്കെ എങ്ങനെയാ എന്താന്നുള്ളത്. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ മാറ്റി തരിക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രീനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. സോ എല്ലാവരും കൃത്യമായിട്ട് വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ദിസ് ഈസ് വൺ ടൈം ലേണിംഗ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുകയാണോ, ഡെഫിനറ്റ്ലി യു ക്യാൻ ഹാവ് ദാറ്റ് മച്ച് ക്ലാരിറ്റി ഓൺ ദിസ് പെർട്ടിക്കുലർ ടോപ്പിക്. അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൂട്ടത്തിൽ ഇതൊരു യൂട്യൂബ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ചില സപ്പോർട്ടുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. രണ്ടാമത്തത്, ഇവിടെ ഞാൻ ചില ക്വസ്റ്റ്യൻസ് ഇട്ട് തരും. ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻസിന്റെ നമ്പർ അനുസരിച്ചിട്ട് കമന്റ് ചെയ്യാനും ശ്രമിക്കുക. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു യൂട്യൂബ് ലേണിംഗ് ആകട്ടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളുടെ കൃത്യമായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ ഇതുപോലെയുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരുള്ളൂ. ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് ആരംഭിക്കാം. പോസ്റ്റ് മൗര്യൻ പീരീഡ്. സോ പോസ്റ്റ് മൗര്യൻ പീരീഡ് എങ്ങനെ പഠിക്കണം? രണ്ട് രീതിയിൽ പഠിക്കാൻ പറ്റുന്നുള്ള. സാധാരണ രീതിയിൽ ആൾക്കാർ പഠിക്കുന്നത് ഒരു പുസ്തകം, നമ്മൾ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സോഴ്സ് എടുത്ത് വെച്ചിട്ട് അതിന്റെ കോണ്ടന്റ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ആ ഒരു നോളജ് അല്ല ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലോട്ടുള്ള പവർഫുൾ നോളജ്. ഹൗ യു ക്യാൻ ബിൽഡ് എ പവർഫുൾ നോളജ്, അതിന്റെ സ്റ്റെപ്പുകൾ നമ്മൾ മാറ്റി പിടിക്കണം. ദ ഫസ്റ്റ് അപ്രോച്ച് ഈസ് ദാറ്റ് കുട്ടപ്പൻ മാപ്പ്. നമ്മൾ എപ്പോഴും വരക്കാറുള്ള നമ്മുടെ കുട്ടപ്പൻ മാപ്പ് വരച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. സോ ലെറ്റ് മീ ഡ്രോ എ സ്മോൾ മാപ്പ് ഓഫ് ഇന്ത്യ. അത് വെച്ചിട്ട് നമുക്ക് പഠനം ആരംഭിക്കാം. സോ ഐ എം ജസ്റ്റ് യൂസിങ് ദിസ് കുട്ടപ്പൻ മാപ്പ്. ഹോപ്പ് ഇറ്റ് ഇസ് ഗുഡ് അല്ലേ? സോ നമുക്ക് ഈ കുട്ടപ്പൻ മാപ്പ് വെച്ചിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ പോസ്റ്റ് മൗര്യൻ എന്ന് പറയുന്ന ഒരു പീരീഡ് പറയുമ്പോൾ വി കൻ സിംപ്ലി ക്ലാസിഫൈ ഫ്രം 2nd century BC till 3rd century AD. അങ്ങനെ ഒരു 500 വർഷത്തെ ചരിത്രമാണല്ലോ ഉള്ളത്. ഇതാണ് പീരീഡ്. സോ ഈ പീരീഡ് നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ ഡിസ്കഷൻ എവിടുന്ന് ആരംഭിക്കുന്നത്? ഫ്രം ദ ഡീക്ലൈൻ ഓഫ് ദിസ് മൗര്യൻ എംപയർ. അപ്പൊ ഡീക്ലൈൻ ഓഫ് ദ മൗര്യൻ എംപയർ എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് വി ഷുഡ് നോ ദ ക്യാപിറ്റൽ ഓഫ് മൗര്യൻ എംപയർ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി പോകുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന മൗര്യൻ എംപയറിന്റെ ക്യാപിറ്റൽ ഏതായിരുന്നു? വെരി സിമ്പിൾ ആണ്. അതിന്റെ രണ്ട് ഉത്തരങ്ങൾ നിങ്ങൾ എഴുതണം. മൗര്യൻ എംപയറിന്റെ പീക്കിൽ ഉണ്ടായിരുന്ന ക്യാപിറ്റലും ആദ്യത്തെ ക്യാപിറ്റലിന്റെ പേര്. അങ്ങനെ നമ്മൾ എപ്പോൾ പഠിക്കുമ്പോഴും ജസ്റ്റ് ട്രൈ ടു ഇന്റഗ്രേറ്റ് വാട്ട് ഓൾ തിങ്സ് വി ഹാവ് ലേൺഡ് സോ ഫാർ. ഇതുവരെ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചോ, നമ്മുടെ ലേണിംഗ് പ്രോസസ് ഭയങ്കര പവർഫുൾ ആയിരിക്കും. അങ്ങനെ ഷാർപ്പൻ ചെയ്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ നിങ്ങൾക്കുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിഗാർഡിംഗ് ദ ക്യാപിറ്റൽസ് ഓഫ് മൗര്യൻ എംപയർ. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ ചെറുതായിട്ട് എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കാം, പറ്റിക്കോണമെന്നല്ല എപ്പോഴും. സോ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ കാണുന്ന സമയത്ത് തന്നെ കമന്റ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഗീവ് ദ നമ്പർ 1 എന്നിട്ട് രണ്ട് ക്യാപിറ്റൽസിന്റെ പേരെങ്കിലും മിനിമം എഴുതണം. ആ രീതിയിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. സോ അതാണ്. അപ്പോൾ ഈ മൗര്യൻ എംപയറിന്റെ ഈ ഒരു പെർട്ടിക്കുലർ ക്യാപിറ്റൽ, ഈ ക്യാപിറ്റൽ കേന്ദ്രീകരിച്ച് ഭരിച്ചിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് മൗര്യൻ രാജാവിന്റെ പേരാണ് ബൃഹദ്രഥ്. ഹി വാസ് കിൽഡ് ബൈ ഹിസ് ഓൺ മിനിസ്റ്റർ. അദ്ദേഹത്തിന്റെ മിനിസ്റ്റർ തന്നെ അദ്ദേഹത്തെ കൊല്ലുന്നുണ്ട്. അപ്പൊ ബൃഹദ്രഥയെ കൊല്ലുന്നുണ്ട് അറൌണ്ട് 185 BC. മോസ്റ്റ് ഇമ്പോർട്ടന്റ് അഭിപ്രായം 185 BC ആണ്. സംടൈംസ് നിങ്ങൾക്ക് 187 BC കാണാൻ പറ്റും. അത് മനസ്സിലാക്കിയതിനു ശേഷം ഏകദേശം ഈ ഒരു പീരീഡിൽ ഈ ഒരു 185 BCയുടെ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ വാട്ട് വി ക്യാൻ സീ, ബൃഹദ്രഥ് എന്ന് പറയുന്ന മൗര്യൻ രാജാവിനെ കൊന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ മിനിസ്റ്റർ ഒരു പുതിയ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഡൈനാസ്റ്റി ഈസ് കോൾഡ് ആസ് ദ സുംഗ ഡൈനാസ്റ്റി ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ നൺ അതർ ദാൻ പുഷ്യമിത്ര സുംഗ. സോ ഞാൻ ഇവിടെ എഴുതാൻ വേണ്ടി പോകുന്ന ഈ കളർ കോഡ് ചെറുതായിട്ടുണ്ട്. അപ്പൊ കളർ കോഡ് ജസ്റ്റ് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ നമ്മൾ മൗര്യൻ എംപയറിന്റെ ഡിക്ലൈന് ശേഷം ഇമ്മീഡിയറ്റ്ലി ഇവിടെ വരുന്ന ആരാണ്? അത് സുംഗ ഡൈനാസ്റ്റി ആണ്. സോ ഐ എം ജസ്റ്റ് റൈറ്റിംഗ് സുംഗ ഡൈനാസ്റ്റി ആണ്. അപ്പൊ ഈ സുംഗ ഡൈനാസ്റ്റി ആണ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മൗര്യൻ എംപയറിന്റെ ഡിക്ലൈന് ശേഷം അവർ ഭരിച്ചിരുന്ന ക്യാപിറ്റലിന്റെ ആ റീജിയൻസിൽ മെയിൻലി ഉണ്ടായിരുന്ന സുംഗ ഡൈനാസ്റ്റി ആണ്. ഇത് ഫസ്റ്റ് പോയിന്റ്. ഈ സുംഗ ഡൈനാസ്റ്റിയിൽ തന്നെ നമ്മൾ ആരൊക്കെ കുറിച്ച് പഠിക്കണം? ഒന്ന്, ഇതിന്റെ ഫൗണ്ടറുടെ പേര് പറഞ്ഞു. ഞാനിവിടെ എഴുതുന്ന ചില വ്യക്തികൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആകുന്ന ഇൻഫർമേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, സുംഗ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ വി ആർ സെയിങ് ദാറ്റ് ഈസ് പുഷ്യമിത്ര സുംഗ. ഞാൻ ഫുൾ എഴുതുന്നില്ല, അപ്പൊ ജസ്റ്റ് കേട്ടിട്ട് അപ്പൊ തന്നെ നോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പുഷ്യമിത്ര സുംഗ. സോ പുഷ്യമിത്ര സുംഗയാണ് ഇതിന്റെ ഫൗണ്ടർ എന്നുള്ളത്. വളരെ ഫേമസ് ആയിട്ടുള്ള രാജാവാണ്. എന്തുകൊണ്ടാണ്?
സുംഗ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് പതഞ്ജലി ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇൻഡോ ഗ്രീക്ക് കിങ് എന്ന് പറയുന്ന മെനാൻഡർ ഉണ്ടായിരുന്നത് എന്നൊക്കെ അഭിപ്രായപ്പെടുന്നു പുഷ്യമിത്ര സുംഗ. അദ്ദേഹത്തിന് ശേഷം ഭരണത്തിൽ വരുന്നു അദ്ദേഹത്തിന്റെ മകൻ അഗ്നിമിത്ര. ഈ അഗ്നിമിത്ര എന്ന് പറയുന്ന മകൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. എങ്ങനെ ഫേമസ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഗുപ്ത കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന കാളിദാസന്റെ ഒരു കൃതിയുണ്ട്, ഒരു ഡ്രാമ. ആ ഡ്രാമ ഈ അഗ്നിമിത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഏതാണ് ഡ്രാമ എന്നുള്ളത് കൂടെ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടൊന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ. സോ രണ്ടാമത്തെ നിങ്ങൾക്ക് ചെയ്യേണ്ട കമന്റ് ചെയ്യേണ്ടതാണ് റിഗാർഡിംഗ് ദ ഡ്രാമ, നെയിം ഓഫ് ദാറ്റ് ഡ്രാമ. ഇത് രണ്ടും കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. സോ ഇത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അറിയില്ലെങ്കിൽ അറിയില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ നല്ലൊരു ഉത്തരം, മിണ്ടാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ്. പിന്നീട് പഠിച്ചു പോകാനും ഓർമ്മിക്കാൻ അത് ഹെൽപ്ഫുൾ ആയി. സോ പുഷ്യമിത്ര സുംഗ, അഗ്നിമിത്ര. അഗ്നിമിത്രയ്ക്ക് ശേഷം വരുന്ന കുറെ ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ കുറിച്ച് മാത്രം പറഞ്ഞിട്ട് ഞാൻ പോവാം. ഇതൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ്. ഇത് പലരും കുട്ടികൾ ശ്രദ്ധിക്കാറില്ല. ഈ കാലഘട്ടത്തില് നമുക്ക് ഗരുഡ പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ കാണാൻ പറ്റും. ഗരുഡ പില്ലർ ഇൻസ്ക്രിപ്ഷൻ. കാരണം ഇവരുടെ രണ്ടാമത്തെ ക്യാപിറ്റൽ ആയിരുന്നു ദിസ് മധ്യപ്രദേശിന്റെ റീജിയൻ കോൾഡ് ആസ് വിദിഷ. സോ വിദിഷ കേന്ദ്രീകരിച്ച് ഇവർ ഭരിക്കുന്നുണ്ട്. അപ്പൊ വിദിഷയില് നമുക്ക് ഗരുഡ പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. അത് ആക്ച്വലി ഉണ്ടാക്കിയത് ഹീലിയോഡോറസ് എന്ന് പറയുന്ന ഇൻഡോ ഗ്രീക്കിലെ ഒരു അംബാസഡർ ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ വന്നിട്ട് ഗരുഡ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ദാറ്റ് ഈസ് ഷോയിങ് സംതിങ് റിലേഷൻ വിത്ത് വൈഷ്ണവിസം ഓർ വിഷ്ണു കൾട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആരാധനയായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ദെൻ സുംഗ ഡൈനാസ്റ്റി വാസ്, പിന്നീട് കുറച്ച് റൂളേഴ്സ് വരുന്നുണ്ട്. ഈ ഗരുഡ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഒക്കെ വരുന്നത് ഭാഗഭദ്ര എന്ന് പറയുന്ന റൂളറിന്റെ കാലഘട്ടം. ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം, എല്ലാം ഇപ്പൊ നിങ്ങൾ ഇവിടെ പഠിച്ചു നോക്കണ്ട. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ പോസ്റ്റ് മോഡേൺ പീരീഡിന്റെ ഒരു ക്ലിയർ കട്ട് ഫ്രെയിം നമ്മുടെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം. ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ പീരീഡുകളൊന്നും പറയുന്നില്ല. പക്ഷെ കുറച്ച് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡൈനാസ്റ്റികൾക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്ന് മാത്രം പറയും. അപ്പൊ സുംഗ ഡൈനാസ്റ്റി പറഞ്ഞു. ഈ സുംഗ ഡൈനാസ്റ്റിക്ക് ശേഷം പിന്നീട് വരുന്ന ഡൈനാസ്റ്റിയാണ് കാൻവ ഡൈനാസ്റ്റി. കാൻവ ഡൈനാസ്റ്റി. വാസുദേവ കാൻവ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം അവസാനത്തെ സുംഗ രാജാവിനെ കൊന്നുകൊണ്ട്, ചരിത്രം ആവർത്തിക്കാനുള്ളതാണ്. നമ്മൾ പറഞ്ഞു പുഷ്യമിത്ര സുംഗ ബൃഹദ്രഥനെ കൊന്നു, മൗര്യൻ എംപയറിനെ കൊന്നിട്ട് സുംഗ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തു. സുംഗ ഡൈനാസ്റ്റിയുടെ രാജാവായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയെ കൊന്നിട്ട് വാസുദേവ കാൻവ ഡൈനാസ്റ്റിയും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. എന്നാൽ മൂന്നാമത്തെ ചോദ്യം അതാണ്, ഈ കാൻവ ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്തത് വാസുദേവ കാൻവയാണ്. എങ്ങനെയെങ്കിൽ സുംഗ ഡൈനാസ്റ്റിയുടെ അവസാനത്തെ രാജാവിന്റെ പേരെന്താ? സോ ദ നെയിം ഓഫ് ദ ലാസ്റ്റ് സുംഗ കിങ്. അതുകൂടെ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. സോ ഇങ്ങനെ കൃത്യമായിട്ട് ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഈ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടല്ലോ, ഞാൻ ഈ 1, 2, 3 എന്ന് പറയുന്ന കമന്റ് ചെയ്ത് നിങ്ങളോട് എഴുതിപ്പിക്കുന്ന ഈ ചോദ്യം, ആക്ച്വലി ഇങ്ങനത്തെ ചില കാര്യങ്ങളാണ് ചില എക്സാമുകൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയിപ്പിക്കുന്നത്. സോ സുംഗ ഡൈനാസ്റ്റി, കാൻവ ഡൈനാസ്റ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ വാസുദേവ കാൻവ. വെറും 4-5 റൂളേഴ്സ് മാത്രമേ അതിൽ വരുന്നുള്ളൂ. പക്ഷേ ഈ കാൻവ ഡൈനാസ്റ്റി ഏകദേശം ഈ പറഞ്ഞിട്ടുള്ള ഈ ഏരിയയിലൊക്കെ തന്നെ ഭരിച്ചിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി, അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി പറയാൻ പറ്റും, ഈ കാൻവ ഡൈനാസ്റ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാരലലി നമുക്ക് ഇവിടെ ഡക്കാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഡൈനാസ്റ്റി ഉയർന്നു വരുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് നൺ അതർ ദാൻ ദ ശതവാഹനാസ്. ഈ ശതവാഹനാസ് പിന്നീട് കാൻവാസിനെ അങ്ങ് വിഴുങ്ങാണ് ചെയ്യുന്നത്. സോ ഹിയർ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് ശതവാഹനാസ്. ഞാനിവിടെ ശതവാഹനാസ് എഴുതി വെക്കുന്നുണ്ട്. ഈ ശതവാഹനാസ് ആരാന്ന് എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. സോ റിപ്പീറ്റഡ്ലി, ഫസ്റ്റ് നമുക്ക് സുംഗ ഡൈനാസ്റ്റി, അതിൽ കുറച്ച് പ്രധാനപ്പെട്ട രാജാക്കന്മാര്, കുറച്ച് സ്കോളേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാൻവ ഡൈനാസ്റ്റി, ദെൻ ശതവാഹനാസ്. ഈ ശതവാഹനാസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത് പുരാണങ്ങളിൽ നിന്നുള്ള ചില അഭിപ്രായങ്ങളുണ്ട്. ആൻഡ് ജസ്റ്റ് റൈറ്റിംഗ് സംതിങ് വെരി ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ, പുരാണങ്ങൾ. അപ്പൊ പുരാണങ്ങളിൽ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്, പുരാണാസ് പറയുന്നത് ശതവാഹനാസ് കാൻവാസിനെ വിഴുങ്ങുന്നുണ്ട് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. സിമിലർലി ശതവാഹനാസ് എന്ന് പറയുന്ന ആൾക്കാരെ പുരാണങ്ങളിൽ വിളിക്കുന്ന പേരാണ് ആന്ധ്രാസ് എന്നുള്ളത്. സോ ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ദിസ് വൺ ആസ് ആന്ധ്രാസ്. ഓക്കെ, ആന്ധ്രാസ് എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി ആസ് എ ടൈറ്റിൽ. പക്ഷെ ആന്ധ്രാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് എന്താ? ആന്ധ്രാപ്രദേശുകാർ എന്നുള്ളതാണ് അല്ലെ. ആക്ച്വലി അത് മനസ്സിലാക്കി വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവരുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ദാറ്റ് വാസ് അറ്റ് അമരാവതി റീജിയൻ, ധരണിക്കോട്ട. അമരാവതിക്ക് അടുത്തുള്ള ധരണിക്കോട്ടയായിരുന്നു ഇവരുടെ ആദ്യത്തെ ക്യാപിറ്റൽ.
അത് തുടക്കത്തെ സമയത്തുണ്ടായിരുന്ന ക്യാപിറ്റൽ ആണെങ്കിൽ അത് പിന്നീട് തന്നെ ഉടൻ തന്നെ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ മഹാരാഷ്ട്രയിലുള്ള പൈത്താൻ അല്ലെങ്കിൽ പ്രതിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശത്തോട്ട് മാറുന്നുണ്ട്. സോ പൈത്താൻ അല്ലെങ്കിൽ പ്രതിസ്ഥാൻ ആസ് ദ ക്യാപിറ്റൽ ഓഫ് ദിസ് ശതവാഹന ഡൈനാസ്റ്റി ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട റൂളേഴ്സിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ക്യാപിറ്റൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓർമ്മയുണ്ടല്ലോ കമന്റ് ചെയ്യാൻ പറഞ്ഞത്, മിസ്സാക്കരുത് കേട്ടോ. സോ ഇവിടുത്തെ പ്രധാനപ്പെട്ട റൂളേഴ്സ് പറയുന്ന സമയത്ത് ഒന്ന് ബേസിക്കലി മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് റൂളേഴ്സിന്റെ പേര് മാത്രം പറയാം. വളരെ വലിയ ടോപ്പിക്കാണ് ശതവാഹനം. അപ്പൊ പക്ഷെ അതിന്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്ന ആള് സിമുഖനാണ്. സിമുഖ അറൌണ്ട് 60 BC യുടെ സമയത്ത്. ഐ എം നോട്ട് ഗോയിങ് ടു ദാറ്റ് പെർട്ടിക്കുലർ പീരീഡ്. പീരീഡിനേക്കാൾ ഇമ്പോർട്ടന്റ് ബേസിക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഏതൊക്കെ ഡൈനാസ്റ്റി പാരലലി ഉണ്ടായിരുന്നു, ഏതിനു ശേഷം ഏത് വന്നു എന്നുള്ളത് പഠിക്കുക. സിമുഖ. സിമുഖയ്ക്ക് ശേഷം പ്രധാനപ്പെട്ട രാജാവ് എന്ന് പറയുന്നത് സതകർണി 1 ആണ്. സതകർണി 1. പിന്നെ വരുന്ന ഒരു 17ാമത്തെ രാജാവുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് ഹാല. പിന്നീട് വരുന്നു ഗൗതമി പുത്ര സതകർണി എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ. ഗൗതമി പുത്ര സതകർണി. ഈ ഹാല എന്ന് പറയുന്നത് 17ാമത്തെ റൂളറാണ്, എ സ്കോളർ കിങ്. ഗൗതമി പുത്ര സതകർണി എന്ന് പറയുന്നത് 23rd കിങ് ആണ്, 23ാമതാണ്. ഇദ്ദേഹത്തിന് ശേഷം വശിഷ്ഠപുത്ര പുലമാവിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ദിസ് ഈസ് ദ സം ഓഫ് ദി വെരി ഇമ്പോർട്ടന്റ് തിങ്സ് ദാറ്റ് യു ഷുഡ് നോ. ഇവിടെ നമ്മൾ ശതവാണാസ് പറയുന്ന സമയത്ത് ശതവാണാസിന് ഏറ്റവും കൂടുതൽ ചലഞ്ച് ഉണ്ടായിരുന്നത് ഷാഗാസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ ആൾക്കാരാണ്. അപ്പൊ ഷാഗാസ് എന്താന്ന് പറയുന്നതിന് മുന്നേ ഐ ജസ്റ്റ് ബ്രീഫ് സംതിങ് എക്സ്റ്റേണൽ. ഓക്കെ, പുറമെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു പീരീഡിൽ 2nd സെഞ്ചുറി BC മുതൽ 3rd സെഞ്ചുറി AD വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രത്തില് നമുക്ക് ഇന്ത്യയുടെ പുറമെ നിന്നും കുറച്ച് ഇൻവേഷൻസ് ഇന്ത്യയുടെ അകത്തോട്ട് വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അവരെ നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റുന്ന ടൈറ്റിൽ ആണ് ഇക്സാ പാക്കു. ഇത് പഠിപ്പിക്കാൻ വേണ്ടി ഒരു കോഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം കേട്ടോ, ഇക്സാ പാക്കു എന്നുള്ളത്. ഇത് കൃത്യമായിട്ട് ആദ്യം പഠിച്ചു നോക്കുക. ഇറ്റ്സ് എൻ ക്രോണോളജിക്കൽ ഓർഡർ. സോ ഇതിൽ ഇഗ് എന്ന് പറയുന്നത് എന്താ, ഇൻഡോ ഗ്രീക്സ് ആണ്. ഷാ എന്ന് പറയുന്നത് എന്താ, ഷാഗാസിനെ പറയുന്നതാണ്. പി ഫോർ പാർത്തിയൻസ് ആണ്. ദെൻ കെ ഫോർ കുഷനാസ് ആണ്. ഈ 4 ഡൈനാസ്റ്റീസ് ആണ്, അല്ലെങ്കിൽ ഈ 4 പൊളിറ്റിക്കൽ ഇൻവേഷൻസ് ആണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പുറമെ നിന്ന് വരുന്നത് കാണാൻ വേണ്ടി പറ്റുന്നത്. അതിൽ ഇൻഡോ ഗ്രീക്സ് ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നു, ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നു. ഷാഗാസ് എന്ന് പറയുന്ന ആൾക്കാർ പിന്നീട് വന്നിട്ട് ഈ ഒരു ഭാഗത്തും പലതായിട്ട് ഏകദേശം 5 ഡിവിഷൻസ് ആയിട്ടൊക്കെ പിന്നീട് വരുന്നുണ്ട്. പാർത്തിയൻസ് കുറഞ്ഞ നേരം കുറച്ച് സമയത്ത് മാത്രം, പിന്നീട് കുഷനാസ് ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾ പവർഫുൾ ആയിട്ട് പഠിക്കേണ്ട ആൾക്കാരായിരിക്കാണ് ഇൻഡോ ഗ്രീക്സ്. ഇൻഡോ ഗ്രീക്സിന്റെ കണ്ടംപററി ആയിട്ട് നമ്മൾ പുഷ്യമിത്ര സുംഗയുടെ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മെനാൻഡറിനെ കുറിച്ച്. സോ സുംഗാസിന്റെ കാലഘട്ടത്തിലാണ് ഇൻഡോ ഗ്രീക്സ് എന്ന് പഠിച്ചു വെക്കുക. പിന്നീട് കാൻവാസിന് വിഴുങ്ങിയവരാണ് ശതവണാസ്. ഈ ശതവണാസിന്റെ കാലഘട്ടത്തിലുള്ള ആൾക്കാരാണ് ആക്ച്വലി ആര്, ഷാഗാസ് ശതവണാസിന്റെ കാലഘട്ടത്തിലുണ്ട്, ഗുപ്ത കാലഘട്ടം വരേക്കുണ്ട്. അങ്ങനെയെങ്കിൽ 4ാമത്തതും അവസാനത്തുമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. 4ാമത്തെ ചോദ്യം നിങ്ങൾക്കുള്ളത്, ഈ ഷാഗാസിനെ ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്യുന്ന ഒരു ഗുപ്ത രാജാവുണ്ട്. ഐഡന്റിഫൈ ദാറ്റ് ഗുപ്ത കിങ്. ചരിത്രത്തിൽ വളരെ രസകരമായിട്ടുള്ള കഥ കൂടിയാണ്, വേഷം മാറി ചെന്നിട്ടുള്ള ഒരു കഥ കൂടിയാണ്. ഒരു സ്ത്രീയുടെ വേഷത്തിൽ രാജാവ് പോയിട്ട് ശാഗരാജാവിനെ കൊല്ലുന്ന ഒരു സംഗതിയൊക്കെ ഉണ്ട്. സോ അതാണ് ഗുപ്ത കിങ്. ഏത് ഗുപ്ത കിങ് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. സോ ഇൻഡോ ഗ്രീക്സ്, ഷാഗാസ്, പാർത്തിയൻസ് നമ്മൾ ഡീറ്റെയിൽഡ് പഠിക്കുന്നില്ല. പിന്നെ കുഷനാസ് ഈ ഒരു ഭാഗത്തും മധുരയും പെഷുവാറൊക്കെ കേന്ദ്രീകരിച്ച് ഭരിക്കുന്നുണ്ട്. ഐ കം ടു ദാറ്റ് പോയിന്റ്. അതിന് മുന്നേ നമ്മൾ ശതവണാസിന്റെ ഹിസ്റ്ററി. അപ്പൊ ഈ ശതവണാസിന്റെ ഏറ്റവും വലിയ ചലഞ്ചിങ് അതോറിറ്റി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ. ദേ ആർ ദീസ് ഷാഗാസ്. ഇവിടെയായിരുന്നു മെയിൻലി ഷാഗാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഗൗതമിപുത്ര സതകർണി പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള ഷാഗാസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഷാഗാസിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അതിലൊരു പ്രധാനപ്പെട്ട രാജാവുണ്ട്, രുദ്രാദമൻ എന്ന് പറയുന്ന രാജാവൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, രുദ്രാദമൻ. അദ്ദേഹത്തിന്റെ ജുനഗർ റോക്ക് ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. ജുനഗർ റോക്ക് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഫേമസ് ആണെന്നുള്ള കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷനിലോട്ട് ഞാൻ പോകുന്നില്ല. കൂട്ടത്തിൽ ഇവിടെ മിസ് ഔട്ട് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇവിടെ ഈ ഒഡീഷയുടെ ഭാഗത്ത് ഒരു കുഞ്ഞു ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു, അതിന്റെ പേരാണ് ചേഡീസ്. ഈ ചേഡീസിലെ രാജാവായിരുന്നു കിങ് കരവേല. ഈ ഒഡീഷയുടെ ഭാഗം എന്ന് പറയുമ്പോൾ കലിംഗയാണ്. നമ്മള് അശോകന്റെ മരണത്തിന് ശേഷം കലിംഗ ഹിസ്റ്ററിയെ കുറിച്ച് വലിയ ധാരണ നമുക്കില്ല, അല്ലെങ്കിൽ വലിയ ഡോക്യുമെന്റേഷൻ നമുക്കില്ല. പിന്നെ ചേടി ഡൈനാസ്റ്റി മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ചേടി ഡൈനാസ്റ്റിയെ കുറിച്ച് തന്നെ കരവേല ഉണ്ടായിരുന്നു നമുക്ക് അറിയുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ, ഹാദി ഗുംഫ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ, ഭുവനേശ്വറിന് അടുത്തുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ. അവിടെ നിന്നാണ് നമുക്ക് ഏകദേശം വിവരങ്ങളൊക്കെ കിട്ടുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക ദിസ് വൺ ആസ് വെൽ.
ഇനി പിന്നെ പറഞ്ഞ പോലെ ഇവിടെ ഷാഗാസ് ഉണ്ട്. അപ്പൊ ഇൻഡോ ഗ്രീക്സ് ഉണ്ട്. ഇൻഡോ ഗ്രീക്സിന്റെ ഒരു രാജാവിന്റെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതിന്റെ പേരാണ് എന്ത്? കിങ് മെനാൻഡർ ഓർ മിയാൻഡർ എന്ന് വിളിക്കുന്ന രാജാവ്, മെനാൻഡർ. ദെൻ ഷാഗാസ് ഉണ്ട്. അതിൽ രുദ്രാദമനെ ജസ്റ്റ് പറഞ്ഞു വെച്ചു, കുഷനാസ്. കുഷനാസിൽ 3 പ്രധാനപ്പെട്ട രാജാക്കന്മാരുണ്ട്. അതിനു മുമ്പ് അവരുടെ ക്യാപിറ്റൽ ഒന്ന് എഴുതി വെക്കാം. ഐ എം ഡിസ്കസിംഗ് ദിസ് കുഷനാസ്. കുഷനാസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് പറയുന്നത്. കുഷനാസ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോ. കാരണം ഈ 4 ഏറ്റവും പവർഫുൾ കുഷനാസ് ആണ്. പോസ്റ്റ് മോഡേൺ പീരീഡിലെ ഏറ്റവും പവർഫുൾ കുഷനാസ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഷനാസ് ഹാഡ് ദാറ്റ് മച്ച് ഓഫ് ട്രേഡ് കണക്ഷൻസ്. അന്ന് ചൈനയിൽ നിന്നും പോയിട്ടുണ്ടായിരുന്ന സിൽക്ക് റൂട്ട് ഈ കുഷനാസിന്റെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. ഇൻഡോ ഗ്രീക്സുമായിട്ടുള്ള എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ ഇവർക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഗ്രീക്ക് സൊസൈറ്റിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൾച്ചറൽ എക്സ്ചേഞ്ച്, എക്കണോമിക് ഡെവലപ്മെന്റ് എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ് കുഷനാസ് എന്നുള്ളത്. ആൻഡ് ദേ ആർ ബേസിക്കലി യൂച്ചി ട്രൈബ് കെയിം ഫ്രം ദിസ് വെസ്റ്റേൺ ചൈന. ആ ഭാഗത്ത് നിന്നിട്ടുള്ള ട്രൈബാണ്. അവർക്ക് വന്നതിന് ശേഷം അവർക്ക് 2 ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. ഒന്ന് പ്രധാനപ്പെട്ട ക്യാപിറ്റൽ പെഷ്വാർ ആയിരുന്നു, പെഷ്വാപൂര എന്ന് പറയുന്ന പെഷ്വാർ. പിന്നെ അവർക്ക് ടെക്സിലെ കേന്ദ്രീകരിച്ചും അഫ്ഗാനിസ്ഥാനിലെ ബേഗ്രാം കേന്ദ്രീകരിച്ചും അതുപോലെ നമ്മുടെ മധുര കേന്ദ്രീകരിച്ചൊക്കെ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. ഓക്കെ, അത്രയും കാര്യങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കുക. ഇതിലെ രാജാക്കന്മാരുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ആദ്യത്തേത് കുജുല കാഡ്ഫിസസ്, രണ്ടാമത്തേത് വീമ കാഡ്ഫിസസ്, മൂന്നാമത്തേതാണ് കനിഷ്ക എന്നുള്ളത്. കനിഷ്ക, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റൂളർ കനിഷ്ക. ഇവർക്കൊക്കെ ഓരോ പ്രത്യേകതകൾ കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ഒന്നുകൂടെ പറയാം. ഇൻഡോ ഗ്രീക്സ് ആർ ദ ഫസ്റ്റ് ഡൈനാസ്റ്റി ടു ഇഷ്യൂ ഗോൾഡ് കോയിൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നത് ആദ്യമായിട്ട് ഇൻഡോ ഗ്രീക്സ് ആണ്. അത് ഗോൾഡ് കോയിൻസ് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്തു എന്നുള്ളതാണ്. രാജാക്കന്മാരുടെ ചിത്രവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ അതിന്റെ ഫോട്ടോ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മെനാൻഡറിന്റെ കോയിൻസ് ഒക്കെ നല്ല വൃത്തി കാണാൻ പറ്റും, ഗോൾഡ് കോയിൻസ്. അതേ സമയത്ത് നമ്മുടെ കുഷനാസിന്റെ ഹിസ്റ്ററി പറയുന്ന സമയത്ത് എന്തായാലും ഇൻഡോ ഗ്രീക്സ് കഴിഞ്ഞു, ഷാഗാസ് കഴിഞ്ഞു, പാർത്യൻസും കഴിഞ്ഞിട്ട് കുഷനാസ് വരുന്നുള്ളൂ അല്ലെ. AD സമയത്താണ് കുഷനാസ് വരുന്നത്, AD കാലഘട്ടങ്ങളിൽ. ഓക്കെ, നമുക്ക് ഫോർ എക്സാമ്പിൾ 78 AD എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ശകവർഷം കനിഷ്കയുടെ ഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അത് എന്തുകൊണ്ടെന്നുള്ള ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. വിൽ ബി ഡിസ്കസിങ് ദാറ്റ് വൺ ലേറ്റർ. സോ ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നത് ഇൻഡോ ഗ്രീക്സ് ആണ്. ഷാഗാസ് വരുന്നു, പിന്നീട് കുഷനാസ് ഉണ്ട്. ഈ കുഷനാസിന്റെ പ്രത്യേകത, ദേ ആർ ദ ഡൈനാസ്റ്റി ഇൻ ഇന്ത്യ ആക്ച്വലി ഗോയിങ് ടു ഇഷ്യൂ ഗോൾഡ് കോയിൻസ് ഇൻ ലാർജ് സ്കെയിൽ. അതായത് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്യുന്ന ആൾക്കാരാണ് ആര്? കുഷനാസ്. ഫസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഇൻഡോ ഗ്രീക്സ്, ലാർജ് സ്കെയിൽ കുഷനാസ്. ആൻഡ് ഇവർക്ക് ശേഷം കുഷനാസിന് ശേഷം ആരാ വരുന്നത്? ഗുപ്താസ് ആണ്. ആ ഗുപ്താസിന്റെ പ്രത്യേകത ഹൈ പ്യൂരിറ്റിയിലുള്ള ലാർജ് ക്വാണ്ടിറ്റി ഓഫ് കോയിൻസ് ഇഷ്യൂ ചെയ്യുന്ന ആൾക്കാരാണ് ഗുപ്താസ് എന്ന് പറയുന്നത്. ഗുപ്ത ഗോൾഡൻ ഏജ് എന്ന് പറയുന്നതിൽ ചെറുതൊന്നല്ല. ട്രേഡ് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന, എക്കണോമിക് ഫ്ലറിഷ്മെന്റ് നല്ലപോലെ നടത്തിയിരുന്ന ഡൈനാസ്റ്റിയാണ്. സോ ആ രീതിയിൽ ബേസിക്കലി ഇവരെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ടോപ്പിക് മിസ് ചെയ്തിട്ടുണ്ട്, ഏറ്റവും താഴെയുള്ള നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ. ഇതിനെ ഞാൻ ആൻഷ്യന്റ് തമിഴകം എന്ന് വിളിക്കുന്നു. സിംപ്ലി ദിസ് ടോപ്പിക് ക്യാൻ ബി ഡിസ്കസ്ഡ് ആസ് സംഘം ഏജ്, സംഘകാലഘട്ടം എന്ന പേരിൽ. സോ ഇതാണ് ബേസിക്കലി മനസ്സിലാക്കി വെക്കേണ്ടത്. സംഘകാലഘട്ടത്തിന്റെ പൊളിറ്റിയും ഫിസിയോഗ്രഫിയും ഒക്കെ ഡിഫറെന്റ് ആണ്. ദാറ്റ് വി ക്യാൻ ഡിസ്കസ് ലേറ്റർ. ഒരു പോയിന്റ് ഇവിടെ പറയാം, ഒരു ഡൈനാസ്റ്റിക്കും സൗത്ത് ഇന്ത്യ കോങ്കർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ബിക്കോസ് ഓഫ് അവർ വെസ്റ്റേൺ ഗഡ്സ് ആൻഡ് ഈസ്റ്റേൺ ഗഡ്സ്. ഇങ്ങനത്തെ കുറെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സംഘം ഏജ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്തിട്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് മറക്കേണ്ട 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് ക്യാപിറ്റൽസ് ഐഡന്റിഫൈ ചെയ്യണം, ഡ്രാമയുടെ പേര്, ലാസ്റ്റ് സുംഗ രാജാവിന്റെ പേര്, ദെൻ ഏത് ഗുപ്ത രാജാവാണ് ഷാഗാസിനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത് നിർബന്ധമായിട്ടും കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കൂട്ടത്തിൽ പറഞ്ഞതുപോലെ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. 2nd സെഞ്ചുറി BC മുതൽ 3rd സെഞ്ചുറി AD വരെയാണ് ടോട്ടൽ പീരിയഡ്. അതിൽ ആദ്യം വരുന്നത് സുംഗാസ് ആണ്, ക്യാപിറ്റൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യൂ. ദെൻ വി ഹാവ് പുഷ്യമിത്ര സുംഗ, അഗ്നിമിത്ര, വാസുമിത്ര, ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ദെൻ ലാസ്റ്റ് രാജാവിന്റെ പേര് ഞാൻ പറയുന്നില്ല. ഗരുഡ ഇൻസ്ക്രിപ്ഷൻ വരുന്നത് അപ്പോഴാണ്. ഇൻഡോ ഗ്രീക്കുമായിട്ടുള്ള ബന്ധമാണ് അത് കാണിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ബിക്കോസ് ദേ ഹാഡ് ദെയർ സെക്കൻഡ് ക്യാപിറ്റൽ അറ്റ് വിദിഷ, മധ്യപ്രദേശിൽ ഉണ്ടായിരുന്നു. ഇനി കാൻവ വരുന്നു. വാസുദേവ കാൻവ എസ്റ്റാബ്ലിഷ്ഡ്, ബട്ട് കാൻവ ഡൈനാസ്റ്റിയെ ശതവണാസ് പിടിച്ചുകൊണ്ട് പോകുന്നു. ശതവണാസിന്റെ ഫൗണ്ടറുടെ പേരാണ് സിമുക. റിയൽ ഫൗണ്ടർ ആണ് സതകാർണി. 17ാമത്തെ രാജാവാണ് ഹാല. 23ാമത്തെ രാജാവാണ് ഗൗതമിപുത്ര സതകാർണി. അപ്പൊ ആ രീതിയിൽ അറിഞ്ഞിരിക്കുക. ദേ ആർ വൺസ് കോൾഡ് ആസ് ആന്ധ്രാസ് ബിക്കോസ് ദർ ക്യാപിറ്റൽ വാസ് ധരണിക്കോട്ട ഇൻ അമരാവതി. ദെൻ പൈത്താനിലോട്ട് അവർ ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ കണ്ടംപററി ആയിട്ട് ഉണ്ടായിരുന്ന ആൾക്കാരാണ് ചേഡീസ് എന്ന് പറയുന്ന ആൾക്കാർ. ഒഡീഷയുടെ കലിംഗയുടെ ഭാഗത്ത് കരവേലയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട രാജാവ്. ഫ്രം ഹാത്തികുംഫ ഇൻസ്ക്രിപ്ഷൻ ഓഫ് ഒഡീഷ. ദെൻ ഇവരുടെ ഏറ്റവും വലിയ ശത്രു ഷാഗാസ് ആയിരുന്നു. പിന്നീട് രുദ്രാദമന്റെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് ബന്ധം സെറ്റാക്കുന്നുണ്ട് കേട്ടോ. രുദ്രാദമൻ ജുനഗർ ഇൻസ്ക്രിപ്ഷൻ ഫേമസ് ആണ്. Then what we can see at the same time, we can see the external invasion like Indo-Greeks, Shagas, Parthians and Kushanas, simply called as Ixapaku. Indo-Greeks connecting with Sunga, Shagas connecting with Shadavanas,
ആൻഡ് പാർത്തിയൻ സിംപ്ലി ദാറ്റ് ബി ദർ, കാരണം അതൊരു സെൻട്രൽ ഏഷ്യൻ പവർ ആയിരുന്നു. ദെൻ കുഷനാസ് വരുന്നു. കുഷനാസ് 3 റൂളേഴ്സ്, കുജില കാഡ്ഫീസസ്, ബെമ കാഡ്ഫീസസ് ആൻഡ് കനിഷ്ക. അതിൽ ക്യാപിറ്റൽ പെഷ്വാർ ആണ് മെയിനിൽ ഉണ്ടായിരുന്നത്. മധുര സെക്കൻഡ് ക്യാപിറ്റൽ ആണ്. ദെൻ ടക്സിലയുടെ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓഫ് ദ വീഡിയോസ് യൂസ്ഫുൾ. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിന്റെ ഫർദർ ഡിസ്കഷൻ, സുങ്കാസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഹിസ്റ്ററി പഠിക്കൂ, ചെഡീസിനെ കുറിച്ച് പഠിക്കൂ, ഷദർനാസിനെ കുറിച്ച് പഠിക്കൂ, സംഗം ഏജ് സെപ്പറേറ്റ് ടോപ്പിക് ആണ്. ദെൻ ഷാഗാസ്, ഫോറിൻ ഇൻവേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇനിയും നമുക്ക് ഇങ്ങനത്തെ ലെക്ചേഴ്സ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇത് അറിയിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. കൂട്ടത്തിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇങ്ങനെ ഹിസ്റ്ററി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും വലിയ ടോപ്പിക്കാണ്. 500 വർഷത്തെ ചരിത്രം എത്രയും സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. സജഷൻസ് ഉണ്ടെങ്കിൽ അതും അറിയിച്ചോളൂ. സന്തോഷം മാത്രം. എന്തായാലും ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റിയെന്നുള്ള സന്തോഷത്തോടു കൂടെ സൈനിങ് ഓഫ്. താങ്ക് യു.